പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രസിഡന്റുമാരെയൊക്കെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ സജീവൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ശശികുമാർ പേരാമ്പ്ര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രജിത പി കെ, ബ്ലോക്ക് മെമ്പർമാരായ ശ്രീ കെ കെ വിനോദൻ, ശ്രീ പി ടി അഷ്റഫ്, ശ്രീമതി കെ അജിത, ശ്രീമതി ലിസി കെ കെ, ശ്രീമതി പ്രഭാശങ്കർ, അവരെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പേരാമ്പ്ര പഞ്ചായത്ത് ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാതല തൊഴിൽമേള ഇന്നിവിടെ വെച്ച് പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുക. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നാണ് തൊഴിൽ രഹിതർക്ക് തൊഴിൽ എന്നുള്ളത്. വിപുലമായ പരിപാടികളും പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി തന്നെ ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുണ്ട്. തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ യുവതലമുറ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു സമയത്താണ് ഗവൺമെൻറ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ നിലയിൽ ഇന്ന് ഈ മേഖലയ്ക്കകത്ത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ജില്ലാ കുടുംബശ്രീ മിഷൻ, കോട്ടയത്തേക്ക് പട്ടികജാതി വികസന വകുപ്പ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹായത്തോടുകൂടിയാണ് ഇവിടെ ഈ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. SSLC മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വരെ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുകയും അവർക്ക് പരമാവധി അവസരങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ തൊഴിൽമേള ആലോചിക്കുന്ന സമയത്ത് 25 പരം കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത് 41 കമ്പനികളായി ഈ തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ ഇന്ന് മാറിയിട്ടുണ്ട്. തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം, തൊഴിലന്വേഷകരുടെ എണ്ണം 2000-ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ തൊഴിൽമേള സംഘടിപ്പിക്കുമ്പോൾ ഈ തൊഴിൽമേള പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു തൊഴിൽമേള ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ബ്ലോക്ക് പഞ്ചായത്തുമായി ഈ പരിപാടിയുമായി സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായി ഈ തൊഴിൽമേള സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ജോബ് സെന്ററുകൾ ആരംഭിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ജോബ് സെന്ററുകൾ ആരംഭിക്കുക, അവിടെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ തൊഴിൽമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനിയായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശിയെ ക്ഷണിക്കുന്നു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതി 1.5 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നത്. സാമൂഹ്യ വികസന സൂചികളിലൊക്കെ തന്നെ വളരെയേറെ മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയായി അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത്
നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. പരിപാടി നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നത് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പ്രവർത്തനം അറിയിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് ഏറ്റവും നല്ല ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നതിന് ഇവിടെ ഈ പരിപാടിയിൽ ഹാജരായിരിക്കുന്ന വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇന്ന് പല വികസിത രാജ്യങ്ങളോടും വിലപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും വളരെ വലിയ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലില്ലാത്തത് സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സർക്കാർ വിചാരിച്ചാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളുടെ ആഗ്രഹം അവരൊരു സർക്കാർ ജോലിയിലേക്ക് എത്തണം എന്നുള്ളതാണ്, അല്ലേ? നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സർക്കാർ ജോലി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഏതൊരു സർക്കാർ വിചാരിച്ചാലും എല്ലാവർക്കും സർക്കാർ ജോലി എന്നുള്ളത് അപ്രാപ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ളത് സർക്കാർ ലക്ഷ്യമിടുന്നതാണ്. പക്ഷെ എല്ലാവർക്കും സർക്കാർ ജോലി എന്നത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് തൊഴിൽ നൽകുക, അത് വിവിധ മേഖലകളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങോളം പല വകുപ്പുകളും പല സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ വൈജ്ഞാനിക സമ്പദ്ഘടന അത്യാവശ്യമാണ്. ആ സമ്പദ്ഘടന ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നും തന്നെ നടത്താത്ത പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും പഞ്ചായത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, വികസനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നത് റോഡുകൾ ഉണ്ടാക്കുക, വിവിധ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ വികസനം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള നമ്മുടെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ നൽകി പ്രാദേശികമായ സാമ്പത്തിക വികസനം സാധ്യമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് വികസനം സാധ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയൊരു പ്രവർത്തനത്തിനാണ് ഇന്ന് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് 2000-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, 40-ലധികം സ്ഥാപനങ്ങൾ ഇവിടെ തൊഴിൽദായകരായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സ്ഥാപനങ്ങളിൽ വിവിധ താല്പര്യമുള്ള ആളുകളായിരിക്കും, വിവിധ വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ എല്ലാം കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള ജോലി, ഏതൊരു ജോലിയും നമുക്കറിയാം വളരെ അഭിമാനമുള്ള ജോലിയാണ് ഏത് ജോലിയും എന്നുള്ളത് കൊണ്ട് ഏത് ജോലി എടുക്കുന്നതിന് നമുക്ക് യാതൊരു മടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള ജോലി ലഭ്യമാകുന്ന രീതിയിലാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുക എന്ന സർക്കാർ ലക്ഷ്യം വെക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു പോകുമ്പോൾ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്ത് വഴിയും അതുപോലെ തന്നെ സർക്കാരും മറ്റ് വകുപ്പുകളുമെല്ലാം
ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി കൂടിയുണ്ട് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ സാംസ്കാരികമായി മുന്നേറിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ഓരോ വീട്ടിലെയും അവസ്ഥകൾ എന്താണ്? മക്കൾ രക്ഷിതാക്കളെ കൊല്ലുന്നു അല്ലേ, അല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തുള്ള ആളുകളെ കൊല്ലുന്നു, സ്വന്തം വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സ്വന്തം കൂട്ടുകാരെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന ഇന്ന് വളരെയേറെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ കാഴ്ചയിൽ നിന്ന് നമ്മൾ നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നത് പത്രങ്ങളിലും മാധ്യമങ്ങളിൽ കൂടി ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ തൊട്ട അയൽവക്കത്ത് വരെ ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒരു വൈജ്ഞാനിക സമൂഹത്തെ നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ ഇതുകൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ വൈജ്ഞാനിക സമൂഹത്തെ നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ അല്ല നല്ല മൂല്യബോധത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സമൂഹം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കണമെങ്കിൽ നല്ല മൂല്യബോധം കൂടെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്താനൊക്കെ ആൾക്കാർ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു അല്ലേ, കഴിഞ്ഞ 2 ദിവസം 2 ആളുകളെ പിടികൂടിയിരിക്കുന്നു. അതിൽ ഒരാള് പല ഇതുപോലത്തുള്ള ക്യാമ്പയിനുകൾ നടത്തി ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്തുന്ന ഒരാളാണ് ലഹരിയുമായിട്ട് പിടിയിലായിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരാളെ മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും വലിയ വിപത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്നുകൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മളിലൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൂടി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഈ ഒരു സമയത്ത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ഈ വിപത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്ക് നമ്മളിലൂടെ ഒരാളെ നന്നാക്കിയെടുക്കാൻ സാധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും പുറത്തൊരു മുഖവും അകത്ത് മറ്റൊരു മുഖവുമായി കാണുന്ന ആളുകളാണ് എന്നുള്ളത് പലപ്പോഴും പലരെയും നമ്മൾ കാണുന്നതിനുള്ള ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള കഴിഞ്ഞ ദിവസം പിടിയിലാക്കിയിരിക്കുന്ന അയാൾ വിവിധ പ്രവർത്തനങ്ങളാണ് അയാളുടെ പ്രദേശത്ത് നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അയാൾ തന്നെയാണ് ലഹരിക്കെതിരെ കുട്ടികളോട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തി പോകുന്ന അയാൾ തന്നെയാണ് ഈ സാധനം കൊണ്ടുകൊടുക്കുന്ന കുട്ടികൾക്ക്. ഇത്തരത്തിലുള്ള ഒരു മൂല്യബോധമില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൂടെ അഡ്രസ്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏത് തലത്തിൽ നമ്മൾ എത്തിയാലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ നമുക്ക് സമൂഹത്തിൽ വലിയൊരു മാറ്റം ഈ മേഖലയിൽ കൂടി കൊണ്ടുവരാൻ സാധിക്കട്ടെ. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ വലിയ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. എന്തായാലും ഈ ജോബ് ഫെസ്റ്റിലൂടെ നിങ്ങൾക്ക് നല്ല ജോലി ലഭ്യമാവാൻ സാധിക്കട്ടെ, അതുകൂടെ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെടാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ എല്ലാ സഹോദരിമാർക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഏറ്റവും കരുത്തുറ്റ പ്രവർത്തനമാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലെല്ലാം നടന്നു വരുന്നു. നേരത്തെ ഇവിടെ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരുപാട് സമയം, ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും മതിയാവാത്ത സാഹചര്യം. അതേ അവസരത്തിൽ തന്നെ അതിൻ്റെ കൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ സമൂഹം നോക്കിക്കാണുന്ന, ആധുനിക സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ
വളരെ കാര്യമാത്ര പ്രസക്തമായി അത്തരം വിഷയങ്ങളിലേക്ക് ആണ്ടിറങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. വർത്തമാനകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക സമൂഹം, ആ വൈജ്ഞാനിക സമൂഹത്തിന്റെ വൈജ്ഞാനിക മേഖല ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ നിലയിലേക്കുള്ള വിഭവ സ്രോതസ് നമ്മുടെ ഇടയിലുണ്ടോ? അതെങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം? ഉപയോഗപ്പെടുത്തുമ്പോൾ ഏതെല്ലാം മേഖലകളിലേക്ക് അത് തിരിയേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചെല്ലാമുള്ള വ്യക്തമായ അവബോധമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടുള്ള പലരും ജോലിയില്ലാത്തവരായി മാറ്റപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത്, ഈ വിഷയം ശ്രദ്ധയിൽ ഉള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വനിതാ ദിനത്തിൽ ഇതുപോലുള്ളൊരു തൊഴിൽ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ടി.പി. രാമകൃഷ്ണൻ ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു കരിയർ ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപിച്ചത് നമ്മുടെ പേരാമ്പ്രയിലാണ്. നമ്മുടെ നാട്ടുപുറത്തെ സാധാരണക്കാരായ മനുഷ്യർ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തിരിച്ചറിവിൽ നിന്നാണ് അത്തരം ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിക്കപ്പെട്ടതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടുപുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ, തെങ്ങുകയറ്റ തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും മറ്റു തൊഴിലാളികളുടെയും എല്ലാം മക്കൾ ലോകത്തിന്റെ നാനാ മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ള അവസരമായി ആ കരിയർ ഡെവലപ്മെന്റ് സെന്റർ വഴിയൊരുക്കിയിട്ടുണ്ട്. ഏറെ അഭിമാനവും സന്തോഷവുമുള്ള ഒരു ദിവസമാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ സ്വപ്നമായ ഒരാള് അറിവിലേക്ക് കടക്കുമ്പോൾ തന്നെ അവരുടെ ആഗ്രഹമായിട്ടുള്ള ഒരു ജോലി എന്ന സ്വപ്നം, ആ സ്വപ്നത്തിന് വേണ്ടി ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്. ഇവിടെ ഏതാണ്ട് 2000-ലധികം ആളുകൾ ഇന്നലെ വരെയായി ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുക. മഹത്തായ പരിപാടി കൂടുതൽ ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്. അതുകൊണ്ട് ഈ ചടങ്ങ് അധികം നീട്ടിക്കൊണ്ടുപോകരുത് എന്നോട് പ്രസിഡന്റ് കൂടുതൽ സംസാരിക്കരുത് പറഞ്ഞാൽ ആരെയും വേദിയിൽ പേര് പറയരുതെന്നൊക്കെ നിർദ്ദേശിച്ചാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വലിയ പരിപാടി ഒരുപാട് ആളുകൾക്ക് നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വഴിയൊരുക്കുന്ന ഈ ഒരു തൊഴിൽ മേളയിൽ ഒരുപാട് ആളുകൾക്ക് വിവിധ തലങ്ങളിലുള്ള ജോലി സാധ്യതകൾ ഇതിലൂടെ തുറന്നു കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വലിയ ചടങ്ങിന് എല്ലാ പേരാമ്പ്രയിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടി എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ഇന്റർവ്യൂ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ഈ പേരാമ്പ്ര ജോബ് ഫെസ്റ്റ് കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് ലിസ്റ്റിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ ആശംസ നേരുകയാണ്. ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തർക്കും, അതായത് ഓരോ വ്യക്തിക്കും നമ്മളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, ഉയർന്ന ജോലി, സ്ഥിര വരുമാനം. ഇതെല്ലാം ഈ ഒരു തൊഴിൽ മേളയിലൂടെ നിങ്ങൾക്ക് നേടട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സെമിനാർ ഹാള്, ഈ പ്രോഗ്രാം നടത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പരിമിതമായിട്ടുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഇന്നലെ വരെ ഇതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടെ നമ്മൾ ഈ പരിപാടി വളരെ കളർഫുള്ളാകണം എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത്. ഇവിടെ ഒരു പ്രോഗ്രാമും കൂടുതൽ നടന്നിട്ടില്ല. ആദ്യത്തെ പരിപാടിയാണ്. പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏജൻസികളുടെയും സഹായത്തോടെ നടത്തുന്ന ഈ തൊഴിൽമാർക്ക് ആശംസ നടത്തുക. അതിലേറെക്കുറെ അതുപോലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കുറേ ആളുകൾക്ക്, ഏകദേശം 1250ഓളം വരുന്ന ആളുകൾക്ക് ഒരു ജോലി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിട്ടാവുന്ന ഒരു രീതിയിൽ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളോടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതിലുപരി നമുക്ക് ഈ ഒരു മനോഹരമായ വേദി നമുക്ക് വേണ്ടി വിട്ടുതന്ന ഡിഗ്നിറ്റി കോളേജ് മാനേജർ, കോളേജ് പ്രിൻസിപ്പൽ, നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരോടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സ്റ്റാഫിനോടും, വിഇഒ, അവിടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ഓരോ സ്റ്റാഫിനോടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. രജിസ്ട്രേഷൻ ചെയ്യാതെ എത്തിച്ചേർന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധയ്ക്ക്